Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് എനർജി വർക്ക് എനർജി തിയറത്തിലെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്ന് എനർജിയിലെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, വർക്ക് എനർജി തിയറം ആൻഡ് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഇൻ ദ കേസ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ്. അപ്പോൾ എനർജി എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ എനർജിയിലെ ഏറ്റവും രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് ആണ് വർക്ക് എനർജി തിയറവും അതുപോലെ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഇൻ ദ കേസ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഈ രണ്ട് ടോപ്പിക്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്നത് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ആണ് ഇൻ ദ കേസ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. എനർജി എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ എനർജി എന്ന് വിളിക്കുന്നത്. എനർജി ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. Its unit is joule and its dimension is ml square t raised to minus 2. അപ്പോൾ വർക്കിന്റെ അതേ ഡയമെൻഷൻസും അതേ യൂണിറ്റും ആണ്. അതുപോലെ തന്നെ വർക്കും എനർജിയും ബോത്ത് ആർ സ്കെയിലാർ ക്വാണ്ടിറ്റി. സോ ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ. There are different forms of energy like mechanical energy, chemical energy, electrical energy, light energy, nuclear energy, etc. Mechanical energy is divided into കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ എനർജി പല ടൈപ്പ് ഉണ്ട്. കെമിക്കൽ എനർജി ഉണ്ട്, ഇലക്ട്രിക്കൽ എനർജി, ലൈറ്റ് എനർജി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി വി ഹാഡ്. സോ അതിൽ മെക്കാനിക്കൽ എനർജി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി രണ്ട് ടൈപ്പാണ്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. അപ്പോൾ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് കൈനറ്റിക് എനർജി ഉണ്ടാവുന്നു. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്ന രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് പൊസിഷൻ ആൻഡ് രണ്ട് സ്ട്രെയിൻ. അപ്പോൾ പൊസിഷൻ കൊണ്ടും സ്ട്രെയിൻ കൊണ്ടും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നു. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവുന്നു. സോ കൈനറ്റിക് എനർജി, ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ എ മൂവിംഗ് ബോഡി ബൈ virtue of its motion. All moving bodies have kinetic energy. It is always a പോസിറ്റീവ് സ്കെയിലാർ ക്വാണ്ടിറ്റി. കാരണം ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, എനർജി എന്ന് പറയുന്ന സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ മൂവിങ് ഒബ്ജക്ട്സ് ഉണ്ടാവുന്നതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബോഡി റെസ്റ്റ് ആണെങ്കിൽ അതിന് കൈനറ്റിക് എനർജി 0 ആണ്. അത് സ്കെയിലർ ആയതുകൊണ്ട് ഇറ്റ്സ് എ പോസിറ്റീവ് സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇറ്റ്സ് ഓൾവേസ് എ പോസിറ്റീവ് സ്കെയിലാർ ക്വാണ്ടിറ്റി. എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി നമുക്കറിയാം. ഹാഫ് എം വി സ്ക്വയർ എന്ന ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ കൂടി ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാം നമുക്ക് നോക്കാം. കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം അറ്റ് റെസ്റ്റ്. എ കോൺസ്റ്റന്റ് ഫോഴ്സ് F is applied. The body gains a velocity v and covers a displacement s. Let the acceleration of the body is a. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ വർക്കിന്റെ ഇക്വേഷൻ പഠിച്ചാണ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എൻ്റെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ ഈ ഒരു കേസിൽ ചെയ്യാൻ പോകുന്ന ഹാഫ് എം വി സ്ക്വയർ എങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാൻ പോകണം. അപ്പോൾ ഒരു ബോഡി നമ്മളൊരു കോൺസ്റ്റന്റ് ഫോഴ്സ് കൊടുത്തു. അപ്പോൾ കോൺസ്റ്റന്റ് ഫോഴ്സ് കൊടുക്കുക എന്ന് പറയാൻ കാരണം നമുക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം, കോൺസ്റ്റന്റ് ഫോഴ്സിനും വേരിയബിൾ ഫോഴ്സിനും നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തു, എസ് ഡിസ്പ്ലേസ്മെന്റ് ചെയ്തു. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി വി എന്ന് ഗെയിൻ ചെയ്തു. അപ്പോൾ ഈ സമയത്ത് തന്നെ ആക്സലറേഷൻ എ ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡെറിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ബോഡി എം എന്ന മാസ് ഉണ്ട്, u0 എന്ന് പറയാൻ കാരണം റെസ്റ്റ് ആയതുകൊണ്ട് u0 ആണ്. എഫ് എന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ഫോഴ്സ് കൊടുത്തപ്പോൾ അത് എസ് ഡിസ്പ്ലേസ്മെന്റ് ചെയ്തു, ഫൈനൽ വെലോസിറ്റി വി ആയി. സോ നമുക്കറിയാം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s. ഓൾറെഡി വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. അതിൽ u0 കൊടുക്കുമ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2s ഓർ a ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2s. ദാറ്റ് ഈസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2s. സോ a ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2s. a ആക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഫോഴ്സ് എഫ് ഈക്വൽ ടു എം എ ആണ്. സോ എക്ക് നമുക്ക് വി സ്ക്വയർ ബൈ 2s കിട്ടി. സോ എഫ് ഈക്വൽ ടു എം എക്ക് a വി സ്ക്വയർ ബൈ 2s കൊടുത്തപ്പോൾ എം വി സ്ക്വയർ ബൈ 2x. ദെൻ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് W ഈക്വൽ ടു എഫ് എസ്. കാരണം നമുക്കറിയാം എഫ് ഡോട്ട് എസ് ആണ്, എഫ് എസ് കോസ് തീറ്റയാവും. കൊടുക്കുന്ന ഫോഴ്സും ഡിസ്പ്ലേസും ഒരേ ഡയറക്ഷൻ ആണ്. അപ്പോൾ തീറ്റ 0 ആയി, കോസ് 0 1 ആണ്. അപ്പോൾ എല്ലാ കേസിലും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഈ 90 ആവുന്ന കേസിൽ മാത്രം എടുത്ത് പറയും. ബാക്കിയുള്ള കേസിലൊക്കെ എഫ് എസ് എന്ന് വേണ്ട ഇക്വേഷൻ പോവുക. പക്ഷെ മനസ്സിലാക്കണം എഫ് ഡോട്ട് എസ് ആണ്. എഫ് ഡോട്ട് എസ് കോസ് തീറ്റ വരുന്നു, തീറ്റ 0 ആവുമ്പോഴാണ് എഫ് എസ് ആയി മാറുന്നത്. അപ്പോൾ എന്തിനാ അവിടെ വർക്ക് എടുത്തതെന്ന് അറിയോ? അതായത് നമുക്ക് കാണേണ്ടത് എനർജിയാണ്, എടുക്കുന്ന വർക്കാണ് ഇവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ആ മാസിനെ മൂവ്
മൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വർക്ക് എടുത്തു. ഈ വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വർക്കും എനർജിയും തുല്യമാണെന്ന് പറയുന്നത്. അപ്പോൾ എടുക്കുന്ന വർക്ക് ഇവിടെ എന്താക്കി സ്റ്റോർ ചെയ്യുന്ന എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ എനർജി കാണാൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടാൽ മതി? അവിടെ എടുത്ത വർക്ക് കണ്ടാൽ മതി. അതാണ് W എടുക്കാൻ കാരണം. ഓൾറെഡി എഫ് നമുക്കറിയാം, mv²/2s കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ mv²/2s ഇൻറ്റു എസ്, എസ് എസ് ക്യാൻസൽ ചെയ്തു, ഹാഫ് mv². ഇങ്ങനെയാണ് വി ഗോട്ട് ദ കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് mv². അപ്പോൾ കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടി? ഹാഫ് mv² കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എടുക്കുന്ന വർക്കാണ് ആ ഒബ്ജക്റ്റിന്റെ എനർജി ആയിട്ട് മാറിയിരിക്കുന്നത്. ആ കാരണങ്ങൾ കൊണ്ടാണ് എനർജി കാണാൻ വേണ്ടി നമ്മൾ വർക്കിന്റെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആയതുകൊണ്ട് F.S ഉപയോഗിച്ചു. തീറ്റ 0 ആയതുകൊണ്ട് അത് ബിക്കം Fs. അപ്പോൾ ഇതാണ് എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി. നെക്സ്റ്റ് വർക്ക് എനർജി തിയറം. അപ്പോൾ വർക്ക് എനർജി തിയറം വെച്ച് നമ്മൾ ഓൾറെഡി ആ കൺസെപ്റ്റ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വർക്ക് എനർജി തിയറം ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ചെയ്ത ഡെറിവേഷന് ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ വർക്ക് എനർജി തിയറത്തിന്റെ ഡെറിവേഷൻ ആവും. നോക്കാം. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓൺ എ മൂവിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. അപ്പോൾ വർക്ക് എനർജി തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഓൺ എ മൂവിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ചേഞ്ച് ഇൻ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ആണ്. ഫോർ എക്സാമ്പിൾ, പ്രീവിയസ് കേസിൽ ആദ്യം അതിന്റെ എനർജി 0 ആയിരുന്നു, പിന്നെ ഹാഫ് mv² ആയി. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ മാറ്റമാണ് എടുത്ത വർക്ക്. അതാണ് അതിന്റെ ബേസിക് ഫിനോമിന എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് എനർജി തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന വർക്കാണ് അവിടെ എനർജിയെ മാറ്റം വരുന്നത്. തിരിച്ചു പറയാം, എനർജിയുടെ മാറ്റം എത്രയാണോ അതാണ് അവിടെ എടുത്ത വർക്ക്. സോ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓൺ എ മൂവിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയാം. എല്ലാം വർക്ക് എനർജി തിയറത്തിൽ വരുന്നതാണ്. When a force F acting on a body of mass small m changes its speed from u to capital V, then അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് u ഈക്വൽ ടു 0 ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് u 0 ആക്കി എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ പ്രീവിയസ് ഡെറിവേഷൻ അതേ കോപ്പിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ kinetic energy, that is equal to final kinetic energy minus initial kinetic energy. So that is the work energy theorem. Work energy theorem എന്ന് പറയുന്നത് work done is equal to change in kinetic energy. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, work done is equal to change in potential energy. അല്ലെങ്കിൽ പറയാം work done is equal to change in energy. ഇപ്പോൾ രണ്ടും മാറുകയാണെങ്കിലോ, so work done is equal to change in kinetic energy plus change in potential energy എന്നും നമുക്ക് പറയാൻ പറ്റും. സോ പ്രൂഫാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹാഫ് mv² മൈനസ് ഹാഫ് mu² ഇസ്ക്വൽ ടു വർക്ക് ഡൺ കിട്ടണം. നമ്മൾ വർക്ക് നിന്ന് തുടങ്ങും, നമുക്ക് അവസാനത്തെ ഇക്വേഷൻ ഹാഫ് mv² മൈനസ് ഹാഫ് mu² കിട്ടണം. സോ കൺസിഡർ എ ബോഡി ഓഫ് മാസ് സ്മോൾ m മൂവിംഗ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി സ്മോൾ u ആൻഡ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് F ഈസ് അപ്ലൈഡ്. ദ ബോഡി ഗെയിൻസ് എ വെലോസിറ്റി ക്യാപിറ്റൽ V and covers the displacement S. Let the acceleration of the body is A. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത കൈനറ്റിക് എനർജിയുടെ അതേ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. പക്ഷേ ദ ഡിഫറൻസ് ഇസ് ദാറ്റ് നമ്മൾ അവിടെ u ഈക്വൽ ടു 0 എടുത്തു, ഇവിടെ u 0 ആവില്ല, ഇറ്റ്സ് ബിക്കം നോൺ സീറോ. അത്രേ ഡിഫറൻസ് ഉള്ളൂ. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ma ഇൻറ്റു s. കാരണം F ഈക്വൽ ടു ma ആണ്. അങ്ങനെയാണ് ആ ഇക്വേഷൻ ma എന്ന് കിട്ടിയത്. ഇവിടെയും ശ്രദ്ധിക്കണം, വർക്ക് ഡൺ F.S ആണ്, Fs കോസ് തീറ്റയാണ്. തീറ്റ 0 ആവുന്ന കേസ് കൊണ്ട് നമ്മൾ Fs ഡയറക്റ്റ് F ഇൻറ്റു S എന്ന് എടുക്കാൻ കാരണം. സോ F ഈക്വൽ ടു ma ആണ്. സോ ma ഇൻറ്റു S. v² is equal to u² plus 2s. ഇവിടെ നമുക്ക് ആക്സലറേഷൻ കാണണം. ആക്സലറേഷൻ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം v² മൈനസ് u² ബൈ 2s ആണ്. പ്രീവിയസ് ഡെറിവേഷനിൽ u 0 ആയതുകൊണ്ടാണ് v² ബൈ 2s കിട്ടാൻ കാരണം. അപ്പോൾ ഈ a അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദി വാല്യൂ ഓഫ് a, w ഈക്വൽ ടു m ഇൻറ്റു v² മൈനസ് u² ബൈ 2s ഇൻറ്റു s. എസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും m v² മൈനസ് u² ബൈ 2. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കം half mv² minus half mu². So that is equal to final kinetic energy minus initial kinetic energy. That is equal to work done. This is the work energy theorem. അപ്പോൾ ഈ വർക്ക് എനർജി തിയറവും ആയിക്കഴിഞ്ഞു, അതിന് പ്രൂഫും ആയിക്കഴിഞ്ഞു. വർക്ക് എനർജി തിയറത്തിന്റെ പ്രൂഫും കൈനറ്റിക് എനർജിന്റെ തിയറിന്റെ പ്രൂഫും രണ്ടും സിമിലർ ആണ്. The difference is that, the only difference is that u ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ നമ്മൾ അത് കൈനറ്റിക് എനർജിന്റെ എക്സ്പ്രഷൻ ആയിട്ട് മാറും. u നോൺ സീറോ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം വർക്ക് എനർജി തിയറം. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി. പൊതുവേ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ മാത്രമല്ല, ക്വാണ്ടം മെക്കാനിക്സിലായാലും അഡ്വാൻസ് നമ്മൾ ഈ ഹയർ സ്റ്റഡീസിന് മുമ്പൊക്കെ ഇത് വളരെ ആവശ്യമുള്ള റിലേഷൻ ആണ്. ഇതിൽ പൊതുവേ വളരെ കൺസെപ്ഷൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വൻ മൊമെന്റം ഇൻക്രീസ് 50% ഇൻക്രീസ് ചെയ്തു, കൈനറ്റിക് എനർജി എത്ര കൂടും? അല്ലെങ്കിൽ മൊമെന്റം ഡബിൾ ആയ കൈനറ്റിക് എനർജി കൂടും? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ ഇക്വേഷൻസ് വളരെ നമുക്ക് ഉപയോഗപ്രദമാണ്. ഇക്വേഷൻ നോക്കാം. കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v. ലീനിയർ മൊമെന്റം p ഈക്വൽ ടു mv. നമ്മളറിയാം
പി എന്ന് പറയുന്ന മൊമെന്റം ആണ്. ദാറ്റ് ഇസ് ലീനിയർ മൊമെന്റം എന്ന് പറയാൻ കാരണം സ്ട്രേറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. സർക്കുലർ മോഷൻ ഇറ്റ് ബിക്കം ആംഗുലർ മൊമെന്റം എല്ലാം പി ഈക്വൽ ടു എം വി, ദിസ് മാസ് ഇൻറ്റു വെലോസിറ്റി, ഓർ വി ഈക്വൽ ടു പി ബൈ എം. ഇനി കൈനറ്റിക് എനർജി അറിയാം ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ആ വിക്ക് നമ്മൾ പി ബൈ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഹാഫ് എം പി ബൈ എം ദ ഹോൾ സ്ക്വയർ ഇറ്റ് ബിക്കം ഹാഫ് എം p square by m square am mm cut ചെയ്യുമ്പോൾ p square by 2m. So this is the relation between connecting kinetic energy and momentum. This kinetic energy is equal to p square by 2m. It's a very important relation in case of examination and also in future studies. So kinetic energy is equal to p square by 2m. Potential energy. It is the energy possessed by a body by virtue of its position or state of strain. That is, potential energy can be positive or നെഗറ്റീവ്. പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും. അത് സ്കെയിലർ ക്വാണ്ടിറ്റി ആണെങ്കിൽ തന്നെ കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് എ പോസിറ്റീവ് സ്കെയിലർ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് പൊട്ടൻഷ്യൽ ഇറ്റ് ബിക്കം നെഗറ്റീവ് ആവാറുണ്ട്. കാരണം സ്ട്രെയിനും ഉണ്ട്. കാരണം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ, ലെങ്ത്തിനോ ഏരിയക്കോ അല്ലെങ്കിൽ വോളിയത്തിനോ ചേഞ്ച് വരുമ്പോൾ അത് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ പൊട്ടൻഷ്യൽ സ്പ്രിങ്ങിന്റെ കേസിലൊക്കെ നമുക്കറിയാം ഇറ്റ്സ് മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അത് പോസിറ്റീവ് ആവാം, അത് നെഗറ്റീവ് ആവാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. കൺസിഡർ എ ബോഡി ഓഫ് മാസ് m placed on the surface of earth and it is lifted through a height h against the gravitational force. The work done in lifting the body is stored as the gravitational potential energy. അത് നമുക്കറിയാം ഒരു മാസ് ഒബ്ജക്റ്റ് ഗ്രൗണ്ടിൽ വെക്കുകയാണ്. ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ ഹൈറ്റ് ഇല്ല. ഹൈറ്റ് ഇല്ലാതാകുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. നേരെ മറിച്ച് എച്ച് എന്ന ഉയരത്തിലേക്ക് അവനെ ഉയർത്തുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആയി. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എം ജി എച്ച് മൈനസ് 0. സോ ഇറ്റ് ബിക്കം എം ജി എച്ച്. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു എം ജി എച്ച്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ജി എച്ച് ആണ്. ഇത് നമ്മൾ പല കോണ്ടെസ്റ്റിലും ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻസ് ആയി, പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻസും ആയി. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. അപ്പോൾ സ്ട്രെയിൻ കൊണ്ടും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമെന്ന് പറഞ്ഞു. സോ വെൻ എ സ്പ്രിംഗ് ഈസ് സ്ട്രെച്ച്ഡ് ഓർ കംപ്രസ്ഡ് ബൈ അപ്ലൈയിങ് എ ഫോഴ്സ്, the work done is stored as the potential energy. The stretching force is a variable one and it is proportional to the extension. അപ്പോൾ നമുക്കറിയാം ഒരു സ്പ്രിംഗ് വലിക്കും തോറും നമ്മൾ ആ ഡിസ്റ്റൻസ് കൂടുന്തോറും അതിന് ഫോഴ്സ് കൂടും. ദാറ്റ് ഈസ് ഫോഴ്സ് മീൻസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ ഇത്ര മനസ്സിലാക്കുക, ഫോഴ്സ് പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കൂടുന്തോറും അവിടെ ഫോഴ്സ് കൂടുകയാണ്. അപ്പോൾ അതിനർത്ഥം ഫോഴ്സ് ഇസ് എ വേരിയബിൾ, അത് മാറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട വർക്കിന്റെ ഇക്വേഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ ഒരു ഇക്വേഷനാണ്, വേരിയബിൾ ഫോഴ്സിന്റെ ഇക്വേഷനാണ്. ഒരു സ്പ്രിംഗ് നമ്മൾ വലിക്കുന്ന സമയത്ത് അതിന്റെ ലെങ്ത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ലെങ്ത് ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യണം. സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ എടുക്കുന്ന വർക്ക് ആ സ്പ്രിംഗിൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുമ്പോൾ കംപ്രസ് ചെയ്താലും ശരി അത് സ്ട്രെച്ച് ചെയ്യുമ്പോഴും ഈ എനർജി സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ സ്ട്രെച്ച് ചെയ്യുമ്പോഴും കംപ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സർ എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ് ഓർ എഫ് ഈക്വൽ ടു കെ എക്സ്. കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. അതായത് നല്ല ടൈറ്റ് സ്പ്രിംഗ് ആണെങ്കിൽ കെ വാല്യൂ കൂടുതലായിരിക്കും, ലൈറ്റ് സ്പ്രിംഗ് ആണെങ്കിൽ കെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് പറയുമ്പോൾ ആ സ്പ്രിംഗ് എത്ര ദൂരം പോകുന്നുവോ ആ ദൂരം പോകുന്നതനുസരിച്ച് ഫോഴ്സ് കൂടുകയാണ്. സോ ഇവിടെ ഫോഴ്സ് ഒരു കോൺസ്റ്റന്റ് അല്ല, വേരിയബിൾ ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇന്റഗ്രൽ x1 to x2 f dx ആണ്. Where k is constant of proportionality is called spring constant or force constant. Consider spring and its initial condition is represented as f equal to 0 and x is equal to 0. That is figure A. Then it is stretched to a maximum elongation of xm. അതായത് നമ്മൾ അടുത്തൊരു ഫിഗർ കാണിക്കും. ആ ഫിഗർ എന്ന് പറയാൻ കാരണം സോ ദിസ് ഇസ് എ ഫിഗർ. അപ്പോൾ അതിൽ ഫസ്റ്റ് കേസിൽ എക്സ് 0 ആണ്. എക്സ് 0 എന്ന റെസ്റ്റ് ആണ്. അപ്പോൾ എഫ് ഇല്ല, അതിന് എക്സും ഇല്ല. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്നത്, ആ എക്സ് ദൂരം അവനെ കൊണ്ടുപോകണം. അപ്പോൾ എക്സ് ദൂരം എക്സം മാക്സിമം എക്സമത്തിലേക്ക് എത്തി. ദാറ്റ്സ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ കാരണം എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. കാരണം ഡിസ്റ്റൻസിനനുസരിച്ച് ഫോഴ്സ് ഇതിന്റെ മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് ദൂരത്തിൽ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യണം. സോ എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ്, അതാണ് ആ ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലെങ്ത്തിൽ മാറുമ്പോൾ ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നു. കാരണം ഡയമെൻഷൻ മാറിക്കാൻ സ്ട്രെയിൻ വരും, ലെങ്ത്തോ ഏരിയോ എന്ത് മാറിയാലും. അപ്പോൾ ഡയമെൻഷൻ ചേഞ്ച് വന്നാൽ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഈ സ്ട്രെയിൻ ആണ് ആ സ്ട്രിംഗിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജിയായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന വർക്ക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ കൈ വിട്ടാലോ അത് തിരിച്ചെന്തി പൊട്ടൻഷ്യൽ എനർജി പിന്നെ വർക്കാക്കി മാറി അത് സ്പ്രിംഗ് തിരിച്ചു കൊണ്ടുപോകണം. അതിന് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ് കാണേണ്ടത്. അപ്പോൾ വർക്ക് ഡൺ കണ്ടാൽ മതി. കാരണം നമ്മൾ എടുക്കുന്ന വർക്കാണ് സ്പ്രിംഗിന്റെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഇന്റഗ്രൽ എക്സ് എഫ് എഫ് എക്സ് ഡി എക്സ് എന്ന് പറയാൻ കാരണം നമ്മൾ പഠിച്ചു വേരിയബിൾ ഫോഴ്സ് ആകുമ്പോൾ
ഇന്റഗ്രൽ x1 to x2 f dx ആണ്. അപ്പോൾ xi എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് തുടങ്ങി, കാരണം 0 തുടങ്ങിയത്, എവിടെ വരെ പോയി, xmലേക്ക് പോയി. അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്ത നൊട്ടേഷൻ കൊടുക്കുക, 0 to xm. 0 എന്ന് പറയാൻ കാരണം ഇനീഷ്യൽ പോയിന്റ് റെസ്റ്റ് ആയിരുന്നു. എക്സം എന്ന് പറയാൻ കാരണം മാക്സിമം ഡിസ്പ്ലേസ് ആണ്, എക്സ് മാക്സിമം, അതാണ് എക്സം കൊടുക്കാൻ കാരണം. എഫ് എന്ന് പറഞ്ഞാൽ കെ എക്സ് ആണ്, കാരണം സ്പ്രിങ്ങിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ്, എഫ് ഈക്വൽ ടു കെ എക്സ്, അങ്ങനെയാണ് ആ കെ എക്സ് ഇക്വേഷൻ കൊടുത്തത്. ഇനി ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ കോൺസ്റ്റന്റ് ആണ്, എടുത്ത് പുറത്ത് വയ്ക്കും. സോ കെ ഇന്റഗ്രൽ 0 to xm x dx. എക്സ് ഡി എക്സിന്റെ നമുക്കറിയാം എക്സ് റൈസ് ടു എൻ ഫോം ആണ്, അത് ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. ഇവിടെ എക്സ് റൈസ് ടു 1 ആയതുകൊണ്ട് എക്സ് റൈസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1, അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞുകൊണ്ട് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. സോ ഈസ് ഈക്വൽ ടു k into x square by 2. ഇനി ലിമിറ്റ് ഉണ്ട് 0 to xm. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം എക്സിന്, ദെൻ ലോവർ ലിമിറ്റ്. സോ വിക്കം k x square m minus 2 by 0, കാരണം എക്സിന് ലോവർ ലിമിറ്റ് 0 കൊടുത്തു. അപ്പോൾ ഇറ്റ് ബിക്കം ഹാഫ് k x square m. So elastic potential energy is equal to half k x square m, or we can say that half k x square. അപ്പോൾ എക്സ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി, മീൻ പൊസിഷൻ, അതായത് റെസ്റ്റ് ഇരിക്കുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? അപ്പോൾ എക്സ് 0 ആവും. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 0. അപ്പോൾ ഏറ്റവും മാക്സിമം പോയിന്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഏറ്റവും മാക്സിമത്തിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 മാക്സിമം ആയിരിക്കും, കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ഇത് നമ്മൾ ഓസിലേഷൻ എന്ന ചാപ്റ്ററിൽ അതിന് വേവ് ഫോംസ് ഒക്കെ നമ്മൾ അപ്പോൾ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നുണ്ട്. ഫോർ ടൈം ബീങ് നമുക്ക് ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ മനസ്സിലാക്കി വെക്കാം, മീൻ പൊസിഷനിൽ 0 ആയതുകൊണ്ട് അപ്പോൾ എക്സിന് 0 കൊടുക്കും, പൊട്ടൻഷ്യൽ എനർജി അവിടെ ഇല്ല. മീൻ പൊസിഷനിൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. ഇനി എക്സ്ട്രീം പൊസിഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി എന്താവും? മാക്സിമം ആവും. Law of conservation of energy. The basic conservation of law of conservation of energy. According to the law of conservation of energy, energy can neither be created nor be destroyed. We can convert one form of energy into another form. The total energy of a isolated system remains കോൺസ്റ്റന്റ്. അതായത് ഒരിക്കലും എനർജി നശിപ്പിക്കാനോ ഉണ്ടാക്കാനോ കഴിയില്ല, ഉള്ള എനർജിയെ വേറെ ഫോമിലേക്ക് മാറ്റി നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ എനർജി ഈസ് ആൾവേസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് എനർജി ഉണ്ടാവുന്നില്ല, നശിക്കുന്നില്ല. എനർജി ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. Mechanical energy conservation in the case of a freely falling body, the most important derivation in this chapter. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എ എന്ന പോയിന്റിൽ നിന്ന് ഒരു കല്ല് ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വിടുകയാണ്. അപ്പോൾ താഴേക്ക് വിടുമ്പോൾ അത് എ എന്ന പോയിന്റിൽ അതിന് ടോട്ടൽ എനർജി കാണും, സി എന്ന പോയിന്റിൽ ടോട്ടൽ എനർജി കാണും, ബി എന്ന പോയിന്റിൽ ടോട്ടൽ എനർജി കാണും. ഏത് പോയിന്റിൽ ടോട്ടൽ എനർജി കണ്ടാലും എനർജിക്ക് മാറ്റം ഉണ്ടാവില്ല. കാരണം നമ്മൾ പറഞ്ഞു, ഒരു ഐസോലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. അതാണ് തെളിയിക്കാൻ പോകുന്നത്. എ എന്ന പോയിന്റിലും സി എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലും കൈനറ്റിക് എനർജി മാറും, പൊട്ടൻഷ്യൽ എനർജി മാറും, പക്ഷേ ടോട്ടൽ എനർജി ഈസ് ആൾവേസ് എ കോൺസ്റ്റന്റ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ തെളിയിക്കാൻ പോകുന്നത്. എ സി ബി. സി എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റിൽ അത് എവിടെ വേണമെങ്കിലും ആവാം. സി എന്ന പോയിന്റ്, എ എന്ന പോയിന്റ് ഏറ്റവും ടോപ്പിലാണ്, ബി എന്ന പോയിന്റ് ഏറ്റവും ബോട്ടം ആണ്, സി എന്ന പോയിന്റ് എനിവേർ ബിറ്റ്വീൻ എ ആൻഡ് ബി. Consider body of mass m freely falling from capital height h. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നൊട്ടേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ആ ക്യാപിറ്റൽ എച്ച് നിങ്ങൾ എന്താണോ ടോട്ടൽ ഡിസ്റ്റൻസ് കൊടുക്കേണ്ടത്, ആ എച്ച് എപ്പോഴും ശ്രദ്ധിക്കണം. അത് ഞാൻ ഡെറിവേഷൻ വരുമ്പോൾ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത് പറയാൻ കാരണം. അപ്പോൾ സിന്ന് ബിയിലേക്കുള്ള ദൂരം സ്മോൾ എച്ച് ആണ്, ബിന്ന് എയിലേക്കുള്ള ദൂരം ആ ടോട്ടൽ ഹൈറ്റ് ക്യാപിറ്റൽ എച്ച് ആണ്. സോ അറ്റ് പോയിന്റ് എ അറ്റ് ദ ടോപ്പ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഏറ്റവും ടോപ്പിൽ ടോട്ടൽ എനർജി കാണണം. സോ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ എം ജി എച്ച്, കൈനറ്റിക് എനർജി 0 എന്ന് പറയാൻ കാരണം ഹൈറ്റിലാകുമ്പോൾ അതിന് എം ജി എച്ച് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി 0 എന്ന് പറയുന്നത് ഡ്രോപ്പിംഗ് ആണ്. ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ വെലോസിറ്റി ഇല്ല, വെലോസിറ്റി ഇല്ലാത്ത കാരണം എന്തായി? കൈനറ്റിക് എനർജി ഇല്ല. ഇവിടെ എം ജി എച്ചിൽ ക്യാപിറ്റൽ എച്ച് കൊടുക്കാൻ കാരണം ടോട്ടൽ ഹൈറ്റിന് അവിടെ ക്യാപിറ്റൽ എച്ച് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി എന്തായി? എം ജി എച്ച്. സോ സിൻസ് ദ ബോഡി ഇസ് നോട്ട് സ്റ്റാർട്ടഡ് ഇൻ മോഷൻ, ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ എം ജി എച്ച് പ്ലസ് 0 ദാറ്റ് ഇസ് ഈക്വൽ ടു എം ജി എച്ച്. അപ്പോൾ ടോട്ടൽ എനർജി നമുക്ക് എന്ത് കിട്ടി? എം ജി എച്ച് കിട്ടി. അപ്പോൾ എയിൽ നമുക്ക് എം ജി എച്ച് കിട്ടിയാൽ സിയിലും എം ജി എച്ച് കിട്ടണം, ബിയിലും എം ജി എച്ച് കിട്ടണം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എച്ച് ആണ് ശ്രദ്ധിക്കേണ്ടത്. എച്ച് ക്യാപിറ്റൽ ആണ്. അപ്പോൾ സിയിലും ക്യാപിറ്റൽ ആവണം, ബിയിലും എന്താവണം? ക്യാപിറ്റൽ ആവണം. ഈ ഒരു കേസാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ആണ് കൊടുത്തെങ്കിൽ എം ജി എക്സ് ആവും, എം ജി സ്മോൾ എച്ച് ആണെങ്കിൽ എം ജി സ്മോൾ എച്ച് ആവും. അപ്പോൾ ഈ ഒരു കാര്യമാണ് എല്ലാ ഇതിലും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എ എന്ന പോയിന്റിൽ ടോട്ടൽ എനർജി കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടത്? പൊട്ടൻഷ്യൽ കണ്ടു, കൈനറ്റിക് കണ്ടു. കൈനറ്റിക് 0 ആവാൻ കാരണം ഇനീഷ്യൽ വെലോസിറ്റി ഡ്രോപ്പിംഗ് കേസാണ്. ഡ്രോപ്പിംഗ് ഒബ്ജക്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, യു 0 ആണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജി 0 ആയി. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഏറ്റവും ഹൈറ്റിൽ മാക്സിമം ഹൈറ്റിൽ ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ മാക്സിമം ആണ്, കൈനറ്റിക്സ് മിനിമം ആണ്, ഓർ 0 ആണ്. ഇനി അറ്റ് ബി, ദാറ്റ് ഇസ് ബോട്ടം, ഏറ്റവും താഴെ
പൊട്ടൻഷ്യൽ എനർജി സീറോ, കാരണം പൊട്ടൻഷ്യൽ സീറോ ആണ്, ഹൈറ്റ് ഇല്ല, ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു, റെഫറൻസ് സീറോ ആണ്. സോ ഹൈറ്റ് ഇസ് ഇക്വൽ ടു സീറോ, ദർ ഇസ് നോ പൊട്ടൻഷ്യൽ എനർജി. വി സ്ക്വയർ ഇസ് യു സ്ക്വയർ പ്ലസ് 2as എടുക്കാൻ കാരണം മേലെ നിന്ന് കല്ല് വന്നുകൊണ്ടേയിരിക്കുകയാണ്. മേലെ നിന്ന് കല്ല് വരുമ്പോൾ ഏറ്റവും ബോട്ടത്തിൽ തട്ടുമ്പോൾ അതിന് മാക്സിമം വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഫൈനൽ വെലോസിറ്റി കാണണം. അപ്പോൾ ആ ഇക്വേഷന് വേണ്ടിയിട്ടാണ് വി സ്ക്വയർ ഇസ് യു സ്ക്വയർ പ്ലസ് 2as എന്ന് ഇക്വേഷൻ ഉപയോഗിക്കാൻ കാരണം നമുക്ക് എന്ത് വേണം, കൈനറ്റിക് എനർജി വേണം. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ എം വി സ്ക്വയർ ആകുമ്പോൾ വി സ്ക്വയർ ഇൻ ടേംസ് ഓഫ് നമുക്ക് എന്ത് വേണം, ഹൈറ്റ് വേണം. അതിനാണ് വി സ്ക്വയർ ഇസ് യു സ്ക്വയർ പ്ലസ് 2as എടുക്കാൻ കാരണം. സോ വി ഇസ് ഇക്വൽ ടു 2gh ആവും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്ച്വലി ഇക്വേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ ഇസ് ഇക്വൽ യു സ്ക്വയർ മൈനസ് 2gh ആണ്. അതിൽ എച്ച് മൈനസ് ആയതുകൊണ്ട് അത് പ്ലസ് ആയി. അപ്പോൾ നമുക്കത് ഓൾറെഡി അറിയുന്നതുകൊണ്ട് പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ യു സീറോ ആയതുകൊണ്ട്, ഡ്രോപ്പിംഗ് സീറോ ആയതുകൊണ്ട് നമുക്കറിയാം വി സ്ക്വയർ ഇസ് ഇക്വൽ 2gh. സോ വി സ്ക്വയർ 2gh കിട്ടി. ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ. സോ വി സ്ക്വയർ 2gh കൊടുക്കുമ്പോൾ ഹാഫ് എം ഇൻറ്റു 2gh, അതിൽ ഹാഫും 2ഉം കട്ട് ചെയ്തു, അഗെയിൻ mgh. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് mgh കിട്ടി, ആ എച്ച് രണ്ടും ക്യാപിറ്റലാണ്. സോ ഇൻ ദിസ് കേസ് ഓൾസോ ദ ടോട്ടൽ എനർജി ഇസ് കൺസേർവ്ഡ്. അപ്പോൾ നമുക്ക് എയിലും mgh കിട്ടി, ബിയിലും mgh കിട്ടി, രണ്ട് എച്ചും ക്യാപിറ്റൽ എച്ച് ആണ്. സോ ബോത്ത് ആർ ഈക്വൽ. ഇനി അടുത്ത് അറ്റ് സി, സോ ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു 0 പ്ലസ് mgh ആണ്. അപ്പോൾ കാരണം കൈനറ്റിക് എനർജി ഇല്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, താഴെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി എന്താണ്, മാക്സിമം ആണ്, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും താഴെ എത്തുമ്പോൾ കൈനറ്റിക് മാക്സിമം ആയി. ഇക്വേഷൻ mgh കിട്ടിയെങ്കിൽ കൂടി ആ mgh എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിന്റെ നമ്മൾ ഹാഫ് എം വി സ്ക്വയർ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി കിട്ടിയതാണ് mgh. അപ്പോൾ അവിടെ ആക്ച്വലി എന്താണ്, കൈനറ്റിക് എനർജി മാക്സിമം ആണ്, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. പക്ഷെ ഏറ്റവും മേലെ ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്, കൈനറ്റിക് എനർജി ഇല്ല. അപ്പോൾ നേരെ വിപരീതമായ ഒരു ഇതാ കിട്ടിയത്. പക്ഷെ ടോട്ടൽ എനർജിക്ക് എന്തില്ല, മാറ്റമില്ല. ഇൻ ബോത്ത് കേസസ് വി ഹാവ് mgh. നെക്സ്റ്റ് അറ്റ് സി, പോയിന്റ് സി. സി എന്ന കാര്യം ശ്രദ്ധിക്കും, അറ്റ് എനി ഇന്റർമീഡിയറ്റ് പോയിന്റ് ആണ്, അല്ലാതെ അറ്റ് മിഡ് പോയിന്റ് അല്ല, എവിടെയോ ഏത് പോയിന്റിലോ ആണെങ്കിൽ അതാവാം. സോ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഇക്വൽ ടു mgh സിൻസ് ഹൈറ്റ് സ്മോൾ എച്ച് ആണ്. കാരണം ഇവിടെ നമ്മൾ സി എന്ന പോയിന്റിൽ എടുക്കുമ്പോൾ ഹൈറ്റ് സ്മോൾ എച്ച് ആണ്, കാരണം അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അതാണ് സ്മോൾ എച്ച് എടുക്കാൻ കാരണം. Then kinetic energy is equal to half mv square. V square is equal to u square plus 2as. So v square is equal to 2g into h minus h എന്ന് പറയാൻ കാരണം എന്ന് സിയിലേക്കുള്ള ദൂരമാണ്. കാരണം എന്ന് കല്ല് സിയിലേക്ക് എത്തുമ്പോൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് മൈനസ് എച്ച് ആണ്. അതുകൊണ്ടാണ് ഇവിടെ എസിന് എച്ച് മൈനസ് എച്ച് എന്ന് ഉപയോഗിക്കാൻ കാരണം. അതായത് ബി ആകുമ്പോൾ ടോട്ടൽ എച്ച് എടുത്തു, സി ആകുമ്പോൾ എച്ച് മൈനസ് എച്ച് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ദൂരമാണ് കാണേണ്ടത്. കാരണം ഈ ദൂരമാണ് കല്ല് സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദൂരം ഇവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് യു ആണ്, ഇവിടെ എത്തുമ്പോൾ വി. അപ്പോൾ ഈ വി ആവാൻ ഇത്ര ദൂരം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ദൂരം കാണാൻ വേണ്ടി ടോട്ടൽ എച്ച് നിന്ന് ഈ എച്ച് മൈനസ് ചെയ്തു, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച്. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് എം ഇൻറ്റു 2gh മൈനസ് എച്ച് is equal to mgh minus small h. So total energy is equal to mgh plus mgh minus h, that is equal to mg capital H. കാരണം mgh മൈനസ് mgh ക്യാൻസൽ ആയി പോകും. സോ വി ഗെറ്റ് mg capital H. അപ്പോൾ ഈ ഒരു കേസിലും ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. ബട്ട് എന്താണ്, രണ്ടും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് വീണ്ടും mgh കിട്ടി. ദാറ്റ് മീൻസ് ടോട്ടൽ എനർജിക്ക് മാറ്റമില്ല. അപ്പോൾ എയിൽ പൊട്ടൻഷ്യൽ മാക്സിമം ആണ്, കൈനറ്റിക് ഇല്ല. ബിയിൽ കൈനറ്റിക് മാക്സിമം ആണ്, പൊട്ടൻഷ്യൽ ഇല്ല. സിയിൽ രണ്ടുമുണ്ട്, പക്ഷേ എയിലും സിയിലും ബിയിലും ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ mgh ആണ്. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് നമ്മൾ ഏത് എച്ച് ആണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് നൊട്ടേഷൻ ആണോ, എക്സ് ആണോ കൊടുക്കുന്നത്, വൈ ആണോ കൊടുക്കുന്നത്, അതാണ് നമുക്ക് ടോട്ടൽ എനർജിയിൽ വരേണ്ടതെന്ന് ഓർക്കേണ്ടത്. അപ്പോൾ എക്സാമിനേഴ്സ് അതാണ് അതിൽ ചെക്ക് ചെയ്യുക. സോ mgh മൂന്നിലും mgh കിട്ടിയത്, അപ്പോൾ മൂന്നിലും ക്യാപിറ്റൽ എച്ച് ആണ് കിട്ടിയത്. സോ ഇൻ 3 കേസസ് ദ ടോട്ടൽ എനർജി ഇസ് കൺസേർവ്ഡ്. ഇതാണ് എനർജി എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ കൈനറ്റിക് ഏറ്റവും ടോപ്പിൽ പൊട്ടൻഷ്യൽ ആയിരുന്നു ഉണ്ടാവാം, താഴേക്ക് വരുന്നതോറും ആ പൊട്ടൻഷ്യൽ എന്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, കൈനറ്റിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലാസ്റ്റ് എന്തായി, പൊട്ടൻഷ്യൽ ഒന്നുമില്ലാതെ മുഴുവൻ കൈനറ്റിക്കായി മാറിക്കൊണ്ട്. അപ്പോൾ അത് ഒരു ഫോം വേറെ ഫോമിലേക്ക് മാറുകയാണ്. ടോട്ടൽ എനർജിക്ക് എന്തുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫിഗർ നോക്കി കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം ആ കാറ് താഴേക്ക് വരുന്തോറും അതിന് എന്താവുന്നു, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു കൈനറ്റിക് എനർജി കൂടും. ടോട്ടൽ എനർജിക്ക് മാറ്റം, എല്ലോ ടോട്ടൽ എനർജി അത് മാറുന്നേ ഇല്ല. പക്ഷെ ആ റെഡും ഗ്രീനും കൊണ്ട് അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കാറിന്റെ പൊസിഷൻ അനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി മാറാണ്. ഏറ്റവും ടോപ്പിലാകുമ്പോൾ പൊട്ടൻഷ്യൽ ആയിരുന്നു, പിന്നെ താഴേക്ക് വരുന്തോറും പൊട്ടൻഷ്യൽ കുറച്ച് കൈനറ്റിക്കായി, പിന്നെ മോളിലേക്ക് പോകുന്തോറും എന്താവും, അത് പിന്നെ പൊട്ടൻഷ്യൽ കൂടും, കൈനറ്റിക് കുറയാണ്. അപ്പോൾ അതാണ് അതിന്റെ പിക്ചറൈസേഷൻ, എങ്ങനെയാണ് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ കൈനറ്റിക്കും മാറുന്നത് എന്നാണ് അതിൽ പറഞ്ഞു തരുന്നത്. So from the above observation, it is clear that the total mechanical energy of the body during free fall is a constant.
and during the fall potential energy is converted into kinetic energy. So this is the figure, the most important figure ആണ് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ്റെ. അപ്പോൾ നമുക്കറിയാം ഹൈറ്റ്, അതായത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, എനർജി വേഴ്സസ് ഹൈറ്റ് ആണ്. അപ്പോൾ കല്ല് താഴേക്ക് വരികയാണ്, പക്ഷെ നമ്മൾ ഇതാണ് ഹൈറ്റ്, ദാറ്റ് ഈസ് ഇതാണ് എൻ്റെ ബോട്ടം പോയിന്റ്, ഇതാണ് മാക്സിമം ഹൈറ്റ്. അപ്പോൾ ബോട്ടത്തിൽ എന്തായിരുന്നു, ഏറ്റവും താഴെ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലായിരുന്നു. അതാണ് കൈനറ്റിക് എനർജി ഇവിടുന്ന് വരയ്ക്കാൻ കാരണം. ഹൈറ്റ് കൂടുന്തോറും കൈനറ്റിക് കുറഞ്ഞു വരും. ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ, ഇത് ടോപ്പാണ് ഹൈറ്റ്, അപ്പോൾ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ കൈനറ്റിക് മിനിമമായി, പൊട്ടൻഷ്യൽ മാക്സിമമായി. ക്ലിയർ? പക്ഷെ ഇവിടെ ഈ കേസ് നോക്കൂ, 0. ഏറ്റവും ഗ്രൗണ്ടിലാകുമ്പോൾ പൊട്ടൻഷ്യൽ ഇല്ല, ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ കൂടി വരികയാണ്. അപ്പോൾ അതാണ് ഇനി ടോട്ടൽ എനർജി, ടോട്ടൽ ലൈൻസ് അതിന് യാതൊരു മാറ്റമില്ല, കാരണം എല്ലാ പോയിന്റിലും ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. ഇതാണ് ഗ്രാഫ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 പോയിന്റ് ഒരേ ഭാഗത്ത് മീറ്റ് ചെയ്യണം. കാരണം എവിടെയാണോ കൈനറ്റിക് മിനിമം ആവുന്നത് അവിടെ പൊട്ടൻഷ്യൽ മാക്സിമം ആവേണ്ടത്. അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ എവിടെയാണോ പൊട്ടൻഷ്യൽ മിനിമം ആവുന്നത് അവിടെ കൈനറ്റിക് മാക്സിമം. അപ്പോൾ ഗ്രൗണ്ടിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, മിനിമം ആണ്, കൈനറ്റിക് മാക്സിമം ആണ്. ഏറ്റവും മാക്സിമം ഹൈറ്റിൽ പൊട്ടൻഷ്യൽ മാക്സിമം ആണ്, കൈനറ്റിക് മിനിമം ആണ്. അപ്പോൾ ഈ ഫിഗേഴ്സ് വരയ്ക്കുമ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിൽ എനർജിയെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത്. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഫീൽ ഫ്രീ ആസ്ക് ത്രൂ കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.